പാലാ നഗരസഭയിലെ വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ രാജിവെക്കില്ല. വൈസ് ചെയർപേഴ്സൺ സ്ഥാനം അവസാന 2.5 വർഷം മതിയെന്ന് പുളിക്കക്കണ്ടം കൌൺസിലർമാർ UDF-നെ അറിയിച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ വാർത്തയുടെ വിവരം ചെയ്യുന്നു. ടോബി, എന്നാൽ നേരത്തെ അവിടുത്തെ എയർപോർട്ട് മോഷണം, അതിനുശേഷം വാച്ച് വില കൂടി എന്തൊക്കെ മോഷണം, ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും അൽഗുൽത്ത്. എന്തായാലും അതുപോലെ ഈ പ്രശ്നം ഒരു പ്രശ്നമാവുന്നില്ല അല്ലേ? ഗുഡ് മോർണിംഗ് ആഷ്മി ക്രിസ്റ്റിന. വലിയ പ്രശ്നമാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ഈ തർക്കത്തിന് പിന്നാലെ ഈ വൈസ് ചെയർപേഴ്സന്റെ കാലാവധി കഴിയുമ്പോൾ ഒരു പുതിയ ആളെ തെരഞ്ഞെടുക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോവുകയാണെങ്കിൽ UDF-നുള്ളിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കിയത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ പുളിക്കക്കണ്ടം കൗൺസിലർമാർക്കും വൈസ് ചെയർമാൻ സ്ഥാനം ധാരണയിലുണ്ടായിരുന്നു. അത് 2.5 വർഷമാണുള്ളത്. അത് പക്ഷേ അവർക്ക് അവസാന ടൈമിൽ മതി, അതായത് ഒരുമിച്ച് ചെയർമാനും ചെയർപേഴ്സണും അതുപോലെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനവും വേണ്ട എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു. അതുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും മായ രാഹുൽ നാളെ രാജിവെക്കേണ്ടതാണ്. ആ സ്ഥാനത്ത് അവർ തുടരുമെന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. രാജിവെക്കില്ല, കാരണം പകരം ഒരാളെ കണ്ടെത്താൻ നിലവിൽ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ UDF നേതൃത്വം അവരോട് തുടരാൻ പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, കോൺഗ്രസിന്റെ വിമതിയായിട്ട്, അതായത് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കൗൺസിലറായിരുന്നു അവർ കോൺഗ്രസിന്റെ, പക്ഷേ കഴിഞ്ഞ തവണ സീറ്റ് നൽകിയില്ല. അതേ തുടർന്ന് കോൺഗ്രസിന്റെ വിമതിയായിട്ട് മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ്. എന്തായാലും നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി മായയോട് ഇപ്പോൾ തുടരാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഇനി പാലാ നഗരസഭയിൽ ഉണ്ടാകില്ല. പക്ഷേ കോൺഗ്രസിനുള്ളിൽ മറ്റൊരു ഓപ്ഷൻ, അതായത് മായയെ മാറ്റി മറ്റൊരു വൈസ് ചെയർമാൻ ആരാകണമെന്നത് സംബന്ധിച്ച് എന്തെങ്കിലും തർക്കം ഉണ്ടാകുമോ എന്നും ഏവരും നോക്കുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. എന്തായാലും ഈ കേസുകൾ നമ്മൾ കഴിഞ്ഞ തവണ കണ്ട പോലെ വാച്ച് മോഷണ കേസ്, അതുപോലെ തന്നെ തമ്മിൽ തല്ലുന്ന കേസ്, ഇതൊന്നും പിൻവലിച്ചിട്ടുമില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഹാഷ്മി ക്രിസ്റ്റീന. ഓക്കെ, അവിടെ ഇപ്പോഴും പ്രശ്നബാധ മേഖല തന്നെയാണ്. എന്തായാലും തൽക്കാലം ഈ മായയുടെ കാര്യത്തിലുള്ള പ്രശ്നം അത് അവസാനിച്ചു. മായ രാഹുൽ രാജിവെക്കില്ല, അവസാനം 2.5 വർഷം മതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.